നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? LDFിൻ്റെ പല നേതാക്കളും ആദ്യം വരില്ലെന്ന് പറഞ്ഞു കേരളത്തിൽ. ചർച്ച ചെയ്തോ? അവർ വന്നിട്ട് ആർക്കെതിരെയാണ് പ്രസംഗിക്കാൻ പോകുന്നത്? ഇപ്പം ഞാൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആനി രാജയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. ഡി രാജ അവിടെ വരുന്നില്ല. ഡൽഹിയിൽ അവർ ഒരുമിച്ച് ഇദ്ദേഹത്തെ പ്രധാനമന്ത്രി ആക്കണം എന്ന് പറയുന്ന ഈ വൈരുദ്ധ്യമാണ് ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു നേതാവേ ഉള്ളൂ. ഞങ്ങളെ മുന്നണി ആ നേതാവിനെ വെച്ചിട്ടാണ് പോകുന്നത്. ഇവർക്ക് ആരാണ് നേതാവ്? ഇവർ രാഹുൽ ഗാന്ധിയാണോ? യെച്ചൂരിയാണോ? മമതയാണോ? ലാലുവാണോ? ആർക്കും അറിയില്ല. പൊളിഞ്ഞ് പാളീസായ മുന്നണിയാണ് ഇന്ത്യ മുന്നണി. അതിന് കേരളത്തിൽ നിങ്ങൾ ഓക്സിജൻ കൊടുക്കരുത്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. തവണ അതിനെ അതിജീവിക്കാനാണല്ലോ ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതിജീവിക്കും. അങ്ങനെ എല്ലാ പ്രാവശ്യവും ക്രോസ് വോട്ട് ചെയ്ത് ഞങ്ങളെ തോപ്പിക്കാന്ന് വിചാരിക്കുന്നു. കൊല്ലം കഴിഞ്ഞ് ഇനി അടുത്ത വയനാട്. പ്രധാനമന്ത്രി എവിടെയൊക്കെ വരും എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം, സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടല്ലാതെ. ഇപ്പോൾ കുമ്മനം രാജശേഖരൻജി എവിടെ പോകും, കൃഷ്ണദാസ് എവിടെ പോകുമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പറയാം. പ്രധാനമന്ത്രി എവിടെയൊക്കെ പോകുമെന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ പാർട്ടിയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി എത്തുന്നതോടെ BJP വിരുദ്ധത കേരളത്തിൽ ശക്തിപ്പെടും. എത്രത്തോളം കേരളത്തിൽ എത്തുന്നു അത്രത്തോളം LDFിന് സാധ്യത വർദ്ധിക്കുന്നതാണ്. അതെന്താ അറിയാം, ഉദ്ദേശം വളരെ ദുഷ്ടലാക്കാണ്. ആ പ്രസ്താവന ഉദ്ദേശം എന്താണെന്ന് അറിയില്ലേ? ഒരു വിഭാഗത്തെ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് റിയാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഭാഗം പൗരന്മാരെയും ഉൾപ്പെടുന്ന പ്രസ്താവനയല്ല അത്. വളരെ ദുഷ്ടലാക്കതിലുണ്ട്. അത് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് അധികം ഗവേഷണ ബുദ്ധിയൊന്നും നടത്തേണ്ട ആവശ്യമില്ല. റിയാസ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രധാനമന്ത്രി പറഞ്ഞ് BJP വിരുദ്ധത കാണിച്ച് ഒരു വിഭാഗത്തിൻ്റെ വോട്ട് പിടിക്കാന്നാണ്. അതിൻ്റെ ഉള്ളിലുള്ള ദുഷ്ടത, അതിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക, നികൃഷ്ട നിലപാട്, പച്ചയായ വർഗീയ ധ്രുവീകരണമാണ്. മുഖ്യമന്ത്രി ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ചോദ്യമാണ് ഇലക്ഷൻ സമയത്ത്? വേറെ കൊടിയില്ലല്ലോ. അല്ല, മുസ്ലിം ലീഗിന് ഒരു ആത്മാഭിമാനം നഷ്ടമായില്ലേ? അത് നമ്മൾ എങ്ങനെയാണ് കാണാതിരിക്കുക? എന്തൊക്കെ പറയുന്നു? അത് എന്തായാലും മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടി ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനൊരു കാര്യം, ഇപ്പോൾ വയനാട് പാർലമെന്റ് മണ്ഡലം എടുത്തു, മലപ്പുറം എടുത്തോ, കോഴിക്കോട് എടുത്തോ, വടകര എടുത്തോ, കണ്ണൂർ എടുത്തോ, കാസർഗോഡ് എടുത്തോ, പാലക്കാട്, ഈ മണ്ഡലങ്ങളിലെല്ലാം ലീഗ് ഇല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? അപ്പൊ ലീഗിന്റെ ആത്മാഭിമാനത്തിന് അവർക്ക് ആത്മാഭിമാനം ഇല്ലെങ്കിൽ എനിക്കെന്താ, ഞങ്ങൾക്ക് എന്താ പരാതി? അല്ല, അതൊക്കെ ഞാൻ വിശദമായ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു. ഇനി വേറെ പുതിയ ചോദ്യമുണ്ട്. ഞാൻ അതിനെപ്പറ്റിയുള്ള എൻ്റെ എല്ലാ വിശദീകരണവും നേരത്തെ പറഞ്ഞതാണ്. നിങ്ങൾ ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങൾ, ആകെ 16 ദിവസമേ ഉള്ളൂ, അല്ല 10-14 ദിവസമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, അതും ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് അനിൽ ആന്റണിക്കെതിരെയുള്ള ആരോപണമല്ല, AK ആന്റണിയെ ലക്ഷ്യം വെച്ച് നടത്തിയ ആരോപണം. വേദികൾ കിട്ടാതെ എത്ര ദിവസം ഇവിടെ പ്രചരണം നടത്തി? ശരി, താങ്ക് യു.